സാങ്കേതികവിദ്യയുടെ വികസനം യുഎഇയിലുണ്ടെങ്കിലും തട്ടിപ്പ് നടത്താൻ ഈ സാങ്കേതിക വിദ്യ തന്നെ ധാരാളമാണ്. അത്തരം തട്ടിപ്പ് വാർത്തയാണ് ഇപ്പോൾ പരക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് VPN ആപ്പ്. നിലവിൽ പ്രവാസികൾക്ക് സ്വന്തം രാജ്യത്തേക്ക് സാമൂഹിക മാധ്യമങ്ങൾ വഴി വിളിക്കണമെന്നുണ്ടെങ്കിൽ VPN അത്യാവശ്യമാണ്. എന്നാൽ VPN ഉപയോഗവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ വാർത്തയും അതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുമാണ് UAEയിൽ നിന്ന് പുറത്തുവരുന്നത്. മൊബൈൽ ഫോണിൽ നിന്ന് റീചാർജ് ചെയ്ത പണം നഷ്ടപ്പെടുന്നു. പോസ്റ്റ് പെയ്ഡ് മൊബൈൽ അക്കൗണ്ടിൽ നിന്ന് ദിവസവും നിശ്ചിത തുക നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ കുറെ ആഴ്ചകളിലായി ഫോണിൽ നിന്ന് ദിവസവും തോറും 3 ദിർഹം നഷ്ടപ്പെടുന്നതായി UAE സ്വദേശിയായ നൂർ അഹമ്മദ് എന്ന വ്യക്തി കണ്ടെത്തി. ഇത്തരത്തിലുള്ള നിരവധി തട്ടിപ്പ് വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത്തരം തട്ടിപ്പ് നടക്കുന്നതായി മനസ്സിലാക്കിയതോടെ ടെലികോം സർവീസ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ടപ്പോഴാണ് VPN ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ദിവസവും ഇത്രയും ചാർജ് വരുന്നതായി കണ്ടെത്തിയത്. ഈ വാർത്ത അറിഞ്ഞതോടെ ഉടനെ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. നിലവിൽ UAEയിൽ VPN ഉപയോഗിക്കാൻ നിയമപരമായി അനുമതിയുണ്ട്. എന്നാൽ അത് ദുരുപയോഗം ചെയ്താൽ തടവു ശിക്ഷയും 20 ലക്ഷം ദിർഹം വരെയുള്ള പിഴ അടയ്ക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് അറിയിപ്പ്. അതേസമയം VPN വഴി തട്ടിപ്പ് വർദ്ധിക്കാനുള്ള കാരണം അനധികൃതമായ ഏതെങ്കിലും VPN ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. മറ്റു ഡിവൈസുകളേക്കാൾ മൊബൈൽ ഫോണുകളാണ് കൂടുതൽ സൈബർ അറ്റാക്കുകൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അനധികൃതമായ VPN ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഈസിയായി തട്ടിപ്പ് സംഘത്തിന് ആക്സസ് ചെയ്യാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ഡിവൈസിനും ഇന്റർനെറ്റിനും ഇടയിൽ നടക്കുന്ന ആശയവിനിമയങ്ങൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ VPN ആപ്പുകൾക്ക് സാധിക്കുന്നതിനാൽ ആപ്പ് സ്റ്റോറുകളുടെ അക്കൗണ്ട് ഡാറ്റ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവായ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും. അതിനാൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള മറ്റു ആളുകൾ മൊബൈൽ ഫോണിൽ VPN ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് അനധികൃത VPN ആപ്പ് അല്ലെന്ന കാര്യം ശ്രദ്ധിക്കണം. കൂടാതെ VPN ഇൻസ്റ്റാൾ ചെയ്താൽ സംശയകരമായ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. പുതുതായി VPN ഡൗൺലോഡ് ചെയ്യുന്നവർ മാത്രമല്ല, നിലവിൽ ഉപയോഗിക്കുന്നവരെല്ലാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.